ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ശരിയായ ശരീരഭാരം നിയന്ത്രിക്കുന്നതിൽ മില്ലറ്റ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഭക്ഷണത്തിൽ ചെറുധാന്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് ശരീരഭാരം കുറയ്ക്കാനായിട്ട് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിൽ ഉയർന്ന നാരുകൾ ഉള്ളതിനാൽ ഇത് ദഹനത്തെ സഹായിക്കുകയും വിശപ്പ് കുറയ്ക്കുകയും ചെയ്യുന്നു. നമുക്ക് വിശപ്പ് കൂടുമ്പോഴാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളൊരു ടെൻഡൻസി കൂടുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ടാണ് നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്നത്. അപ്പോൾ ഈ ചെറുധാന്യങ്ങൾ നമ്മളുടെ ദഹനത്തെ സഹായിക്കുന്നതോടൊപ്പം തന്നെ നമുക്കൊരു സെറ്റായിട്ട് ഫീലിംഗ് അല്ലെങ്കിൽ വയറ് നിറഞ്ഞൊരു ഫീലിംഗ് നമുക്ക് തരുന്നു, നമ്മുടെ വിശപ്പിനെ കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി നമുക്ക് കുറവായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് വെയിറ്റ് ലോസും ഉണ്ടായിരിക്കും. വെയിറ്റ് ലോസ് മീൻസ് നമുക്ക് നമ്മളുടെ ആവശ്യത്തിനുള്ള വെയിറ്റ് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ചെറുധാന്യങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ ഇത് നമുക്ക് ഊർജം തരുകയും ചെയ്യുന്നുണ്ട്. ഇനി ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട 5 തിനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാ തിനകളും നമുക്ക് ബെനിഫിറ്റാണ്. ഇനി താഴെ പറയുന്ന ഈ 5 തിനകൾ നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റാണ് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക്. ഓക്കെ, അപ്പം അതിലൊന്നാണ് റാഗി അല്ലെങ്കിൽ ഫിംഗർ മില്ലറ്റ്. ഇതിൽ കൂടുതൽ കാൽസ്യവും പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിൽ ധാരാളം നാരുകളുള്ളതിനാൽ ഇത് വയറ്റിൽ ദഹിക്കാനായിട്ട് സമയമെടുക്കുന്നുണ്ട്. തൽഫലമായിട്ട് നമുക്ക് കൂടുതൽ നേരം വയറ് നിറയുന്ന ഒരു അവസ്ഥ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പിന്നെയും വിശപ്പ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ല. ഒരു സെറ്റായിട്ട് ഫീലിംഗ് കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാനുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ല. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഇത് വർദ്ധിപ്പിക്കാത്തതിനാൽ പ്രമേഹമുള്ളവർക്കും റാഗി ഗുണം ചെയ്യുന്നുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ജോവാർ അല്ലെങ്കിൽ സോർഗം, നമുക്ക് ഒരു ദിവസം വേണ്ട ഫൈബർ അല്ലെങ്കിൽ നാരുകളുടെ ഒരു ഇതിൽ 20% ഈ ജോവാർ എന്ന് പറയുന്ന മില്ലറ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ നാരുകൾ കുടലിൻ്റെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുകയും ഭാരം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. ഇത് കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് കുടലിന് വരുന്ന ക്യാൻസറുകളൊക്കെ ഇത് തടയാനായിട്ടും സഹായിക്കുന്നുണ്ട്. അടുത്താണ് ബജ്റ അല്ലെങ്കിൽ പേൾ മില്ലറ്റ്. ഇതിൽ കൂടുതൽ പ്രോട്ടീൻ, നാരുകൾ, മഗ്നീഷ്യം, ഇരുമ്പ്, കാൽസ്യം എന്നിവ ഉൾപ്പെടെ വിവിധ പോഷകങ്ങൾ അടങ്ങിയതാണ് ബജ്റ. ഇത് ഭക്ഷണത്തിൽ കലോറി വളരെ കുറവുള്ളതിനാൽ ഇത് ഭക്ഷണത്തിൽ നമുക്ക് മെയിനായിട്ട് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിൽ നാരുകളുടെ അളവ് നിങ്ങളുടെ ദൈനംദിനം കലോറി വർദ്ധിപ്പിക്കാതെ തന്നെ നിങ്ങളെ കൂടുതൽ നേരം വയറ് നിറഞ്ഞൊരു ഫീലിംഗ്, സെറ്റായിട്ട് ഫീലിംഗ് തരികയും കൂടാതെ ദിവസേന ബജ്റ കഴിക്കുന്നത് ടൈപ്പ് 2 പ്രമേഹം, നിരവധി തരം ക്യാൻസറുകൾ, മെയിനായിട്ട് കോളൻ ക്യാൻസർ എന്നിവയൊക്കെയുള്ള സാധ്യത കുറയ്ക്കുന്നു. കൂടാതെ കൊളസ്ട്രോൾ നിയന്ത്രിക്കുകയും ആസ്മ തടയുകയും ചെയ്യുന്നുണ്ട്. വേറെ ഒന്നാണ് ഫോക്സ്ടെയിൽ മില്ലറ്റ്. ഇത് സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകൾ കൊണ്ട് സമ്പുഷ്ടമായ ഫോക്സ്ടെയിൽ മില്ലറ്റ് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഭക്ഷണ ഓപ്ഷനാക്കി മാറ്റുന്നുണ്ട്. ഇതിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകളാണ്. അപ്പോൾ അതിന് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ ഡൈജസ്റ്റ് ആവാനായിട്ടുള്ള ടൈം എന്തുകൊണ്ടും കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്ക് വിശക്കാനായിട്ട് നമുക്കൊരു ഫുഡ് കഴിച്ച് പിന്നെ നമുക്ക് വിശക്കാനുള്ള ടൈം പീരീഡ് കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു സെറ്റായിട്ട് ഫീലിംഗ് തരുന്നതുകൊണ്ട് തന്നെ ഇത് വെയിറ്റ് ലോസിന് നല്ലൊരു മികച്ച ഒരു ഉപാധിയാണ്. ഈ ഫോക്സ്ടെയിൽ മില്ലറ്റ് പതിവായി കഴിക്കുന്നതിന് മറ്റു ഗുണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് കൊളസ്ട്രോൾ അളവ് കുറയ്ക്കാൻ, അതുപോലെ നല്ല ദഹനം കിട്ടാൻ, അതുപോലെ നല്ല ഹൃദയാരോഗ്യം ഉണ്ടാവാനൊക്കെ ആയിട്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ലാസ്റ്റ് വണ്ണാണ് രാജഗിര അല്ലെങ്കിൽ അമരന്ത് എന്ന് പറയുന്നത്. ഇതിൽ പ്രോട്ടീനും നാരുകളും ഉള്ളതിനോണ്ട് തന്നെ ഇത് പേശികളെ വളർത്താനും ദഹനാരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു. ഇതിലും കൂടുതൽ നാരുകൾ അടങ്ങിയതുകൊണ്ട് തന്നെ ഇത് ശരീരഭാരം കുറയ്ക്കാനായിട്ട് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് തരുന്നുണ്ട്. അടുത്തത് ഇത് നമ്മളുടെ തന്നെ പ്രൊഡക്റ്റാണ്, നമ്മൾ തന്നെ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ് ട്രിം ഓഫ് ലൈവ് മില്ലറ്റ് കഞ്ഞി. ഇത് ഈ പറഞ്ഞ നമ്മൾ മില്ലറ്റ്സൊക്കെ നമ്മൾ ചേർത്തുണ്ടാക്കുന്ന ഒരു മില്ലറ്റ് കഞ്ഞിയാണ്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച ഒരു ചോയ്സാണ് കേട്ടോ. താങ്ക് യു.